So hi guys, welcome back to my channel. Come on Barbie, let's go party. ഈ ചേട്ടൻ എനിക്കൊരു ഭീഷണിയാവുന്ന തോന്നുന്നു അല്ലേ? എന്നാ ഒരു എനർജി അല്ലേ പുള്ളിക്ക്. അലാവുദ്ദീന്റെ മൺവിളക്കൂതിയില്ലേ. ജീനീനെ വിളിച്ചപ്പോ മരച്ചീനി വരുന്നോടാ. നിനക്ക് 3 വര ഉണ്ടാവൂല്ലേ അല്ലേ? അങ്ങനെയല്ലേ എന്റെ പരിപാടി? എനിക്ക് ഇതിനോട് ഒറ്റ വര ചോദിക്കാനുള്ള ഒരൊറ്റ വര ആ കുപ്പിയിലേക്ക് തിരിച്ചു കേരള കുപ്പിയിൽ. ബാക്കിയുള്ള 2 വര നീ 4 മടക്കി ആ കുപ്പിയുടെ ഊട്ടം അടക്കി. ഇനി മേലപ്പുറത്തേക്ക് എടുത്ത് നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരി കതിരാ. എടാ, ആനയ്ക്കുള്ള ബോധം പോലും നിനക്കില്ലല്ലോടാ. ആരുമറിയാതെ അവനെ അങ്ങോട്ട് ചവിട്ടിക്കൊല്ല്. വീണരിഞ്ഞിടാ. എന്തൊരു അപരാധമൊക്കെ കാണിച്ചു കൂട്ടുന്ന ആലോചിക്കണേ. ആനയുടെ ഒരു ചവിട്ട് കിട്ടി കഴിഞ്ഞാൽ ചതഞ്ഞ് ഇല്ലാണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ആന പറയുന്നുണ്ട് ഏച്ചു പോകാൻ വരികയെന്ന്. ചില പാപ്പാന്മാരുടെ ചെറുകട സമാഹാരത്തിൽ നിന്ന് ചീന്തി എടുത്താണ് അതൊക്കെ. അത്ഭുത വിളക്കിന്ന് വന്ന ജീനിയോട് ഞാൻ തിരിച്ച് കുപ്പിയിലേക്ക് കയറാനും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഈ മലരിനെയൊക്കെ ജീനിക്ക് പകരം ഇവനെ കുപ്പിക്കകത്തേക്ക് കയറ്റി വിടണമായിരുന്നു. അറിവുകെട്ട മുണ്ടങ്ങൾ. കാല് വയ്യാത്ത ആളുകൾക്ക് ഇടാൻ വേണ്ടിയാണോ? എന്താ അത്? ഇനി ഇമാതിരി സാധനങ്ങളൊന്നും ഉണ്ടാക്കല് കേട്ടോ. ഒരു നിമിഷത്തേക്ക് ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി. ആരോ മരിച്ചു. മരിച്ചവനിപ്പോ എഴുന്നേറ്റ് കാറ്റ് മാത്രമേ ഉള്ളല്ലോടാവേ. അവരിടിച്ചതിന്റെ ഗ്യാസ് കളയുന്നതിന് മുമ്പ് നീ വേഗം പാടിക്കോ. ആ മരിച്ചു കിടക്കുന്നതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭൂമി പിളർന്ന് താഴത്തേക്ക് പോയാൽ മതി എന്നായിരിക്കും അവനിപ്പോ അടിച്ചത്. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ വണ്ടി വേണം. സമരക്കാർക്ക് എന്താ കൊമ്പുണ്ടോ? പാർട്ടിയിൽ ഭൂരിഭാഗം ഇതുപോലത്തെ വെളിവില്ലാത്തതാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സമരത്തിന് നമ്മളെ ബൈക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഈ കൊടി വെച്ച് ഇവിടെ പോവാ. അപ്പൊ ഒരു കൊടി കെട്ടി കഴിഞ്ഞാൽ ആർക്കും പോവാല്ലേ? അല്ല, കൊടി കെട്ടി കഴിഞ്ഞാൽ എവിടെ പോവാ? അത് പറ. അവിടെ പ്രകടനത്തിന് പോവാന്നോ? കഴിഞ്ഞ ദിവസം ഒരു പെട്രോൾ പമ്പ് അടച്ചു കൂട്ടാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക് വന്നത് ഇനോവ കാറില്. ആലോചിച്ച് നോക്കണേ. പെട്രോൾ കൊടുക്കരുതെന്ന് പറയാം. ആവശ്യത്തിന് ഒരു എമർജൻസിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്രോൾ അടിക്കാണ്ട് പോകാൻ പറ്റുമോ? അത് 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു സാധനമാണ് പെട്രോൾ പമ്പ്. അപ്പൊ അതൊക്കെ വന്ന് പൂട്ടിക്കുക, KSRTCയുടെ ചില്ലടിച്ച് പൊട്ടിക്കുക, സ്കൂളിൽ കയറി കഞ്ഞിക്കലം കമത്തി കളയുക. എന്തെല്ലാം അപരാധങ്ങളാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? യുവമാരൊക്കെ വിജയിച്ച നാളെ മന്ത്രിയായുള്ള അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങള് സമരത്തിന് വരുമ്പോ നിങ്ങൾ ബൈക്കേ വരിക. ഞങ്ങളെല്ലാരും സമരത്തിന് വന്നോ ബൈക്കല്ല. ഉള്ളതിലൊരു നല്ല റിപ്പോർട്ടർ ഉണ്ടായതുകൊണ്ട് അത് മാനേജ് ചെയ്ത് പോയി. സമരത്തിനോട് മനസ്സുകൊണ്ട് യോജിക്കുന്നതുകൊണ്ട് സന്തോഷം. ഈ വാഹനം ഉപയോഗിച്ചത് തെറ്റായിപ്പോയി. ശരിക്കും ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണെങ്കിൽ ഇപ്പൊ കാറടിച്ച് പൊട്ടിച്ചാന്. അവര് കാണിക്കുമ്പോ അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് എന്ത്? ഇവള് ബിഗ് ബോസിലെ ദുരന്തമായിരുന്നു. റിയൽ ലൈഫിൽ അതിനേക്കാൾ വലിയ ദുരന്തം. ഇത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ കുറെ വാണങ്ങളും. അല്ല, ഒരു പെണ്ണ് തന്നെ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. അവള് കാണിച്ചതുകൊണ്ട് അപ്പൊ നീ എന്തെങ്കിലും കാണിച്ചു നടന്നു ഞാൻ നിന്റെ വീഡിയോ എടുക്കാം. അവള് പറഞ്ഞത് പോയിന്റാണ്. വേറെ ആരും ഇല്ലെങ്കിൽ
വിഷമമുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കാണ്ടിരിക്കുക. എന്തെങ്കിലും കാണിച്ചു നടക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈസിലേക്ക് ക്യാമറ കൊണ്ട് കയറിച്ചാലുള്ള അധികാരം ഇവിടെ ആർക്കും ഇല്ല. ഉമ്മ കടന്ന് പണം വെച്ചോണ്ടിരിക്കുക. അത് സപ്പോർട്ട് ചെയ്യാൻ വേറൊരുത്തനുണ്ട്. ഒരു സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. വെള്ളം വെച്ച് പാൽപ്പായസം മേടിച്ചിരുന്നു പറഞ്ഞ ആരും ഉണ്ടായിരുന്നു ഇവിടെ. ഞാളെ കണ്ടിട്ട് ഞാൻ പോകും. ഇങ്ങനെ കുറെ തോൽവികൾ. സിനിമ പീപ്പിൾ Some cinema people, they were not like me. they are not like you. Yeah, they were not good people. they were that don't know, but they were some film industries directors. They are like me to industry to act. To industry to act. പടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിൽ നീ എന്ത് പറയുന്നേ? Some are not like me. എടാ എനിക്ക് ഈ തൊലി ഉരിഞ്ഞ് എനിക്കിപ്പോ തൊലി ഉരിയാനില്ല എന്റെ മേത്ത്. എന്നാ കാട്ടുപോത്തിന്റെ തൊലിയാണോടാ നിനക്കൊക്കെ? Many people are telling that we both are not normal. അത് സത്യമാണ്, രണ്ടും നോർമൽ അല്ല. പക്ഷെ ഒരുത്തന്നെ ഇതിൽ കോമൺ സെൻസ് ഉണ്ട്, മറ്റവൻ അതില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, രണ്ട് ധ്രുവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു പഠിപ്പുള്ളവനും ഒരു പഠിപ്പില്ലാത്തവനും. അല്ലെ, പഠിപ്പെന്ന് പറയുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് ടെസ്റ്റ് ലാംഗ്വേജ് അതിൽ ഇന്റലിജൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പറയണൊക്കെ വരും. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഭൂരിഭാഗം പേർക്കും ഒന്ന് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാലത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. നിങ്ങൾ മേടിച്ചൊരു പ്രൊഡക്റ്റിന്റെ വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ആ ഒരു അവസ്ഥയാണ്. Some the lip lock is good for the film content, but real not the content is possible. അപ്പോൾ അത് പഠിക്കാത്തവൻ്റെയും പഠിച്ചവൻ്റെയും നല്ല വേർതിരിവ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. The society is danger for that content. Okay. Some child are watching this kind of video to difficult. എനിക്കും ചിരി എന്നെ കോപ്പ് ഒക്കെ കിടന്നു. ആ പൊറോട്ടയും ബീപ്പും ബീപ്പല്ല ബീഫ് പാഴ്സല് മേടിച്ച് അരമണിക്കൂർ എടുക്കും പറഞ്ഞു തരുമ്പോ തിന്നുന്നതാണ്. ഓക്കെ, ഇതു ഞാൻ പണ്ടൊരിക്കൽ ഇവൻ കഴിച്ചു തന്നാലും പറഞ്ഞു തരത്തില്ല കേട്ടോ. അങ്ങനെ ഇരിക്കണ നോക്കണ്ട. അന്ന് കാലത്ത് ഞാൻ സിൽക്കായിരുന്നു. രാത്രിയിൽ ആൾക്കാരുടെ ഉറക്കം കിടന്ന നിശാസുന്ദരി എന്ന് പറഞ്ഞ അന്ന് ഭീഷണി പേപ്പറിൽ എൻ്റെ ഫോട്ടോ വന്നതാ. എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് സാരി ഉടുത്ത് ഈ റോട്ടിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന് മുമ്പുള്ള എല്ലാവരും തുണിയിലാണ്ടാണോ വെച്ചാൽ? എൻ്റെ അമ്മാവിൻ്റെ മോനുണ്ടായിരുന്നു, സെക്സ് ചെയ്യാൻ എന്നോട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് ശരിക്കും നേരെ തിരിച്ചല്ലേ സംഭവിച്ചത്? എന്തൊക്കെ ചെയ്തത് എനിക്കറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ അവൻ ചോരയൊക്കെ ആയിട്ട് ഞാൻ വെട്ടി കറി വെച്ച ഇറങ്ങി പോകുന്ന ഞാൻ കാണുന്നത്. ഞാൻ ഒരുപാട് അങ്ങോട്ട് ചിരിക്കണല്ലോ. ഞാൻ ചിരിച്ചു കഴിഞ്ഞാലേ നിറത്തെപ്പറ്റി കളിയാക്കുവാണ്, അല്ലെങ്കിൽ അവരുടെ ജെൻഡറിനെ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ ടീംസ് ഇറങ്ങും. നമുക്കിഷ്ടമുള്ളവരോടല്ലേ നമ്മൾ ഇപ്പോഴും. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചിരിക്കാതെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാം. എന്തോ വലിയ അപരാധമാണ് കാണിക്കാൻ പോണത്, അതെനിക്ക് മനസ്സിലായി. അപരാധിച്ച് വെച്ചിട്ടുണ്ട്. ഓടിക്കുന്ന സമയത്ത് രണ്ടര അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലാസ് തപ്പി പോകണ്ട. പിന്നെ പാത്രക്കടയോ? ഹാർമോണിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഹാർമോണിയം അല്ലല്ലോ, അത് സീറ്റാട്ടോ. ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അപരാധം. പറക്കന്തലയിലെ ബസ് ഇതിലും ബെറ്ററാണ്. വണ്ടി നേരെ അടുക്കളയിൽ നിന്ന് എടുത്തേക്കണം കേട്ടാ. പാത്രക്കട വരെ ആക്കി വെച്ചേക്ക് വെടലകള്. ഇതിലൊക്കെ എന്ത് ആനന്ദമാണ് ഇവന്മാർ കണ്ടെത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സീറ്റാ ദോശക്കല്ല, പറക്കന്തലയിലെ ബസ്സിലുണ്ട് ഇതിലും ഭംഗി. എന്നാ അവരാതാടാ കാണിക്കുന്നേ. ഇവിടെ പൈസയുടെ വില എന്തോന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ കേസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നണം. പക്ഷെ എന്നാലും ഇതൊക്കെ ഇവിടെ ഒരു 10 രൂപയുടെ വില നീ മനസ്സിലാക്കണോടാ മാറി. കർമ്മ എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ചെയ്തതിനൊക്കെ നിനക്ക് തിരിച്ച് കിട്ടും കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ കിടന്ന് പട്ടി മോങ്ങണവരെ മോങ്ങും. അപ്പം നീ ഇതൊക്കെ ഓർക്കണം. ഈ ചെയ്ത് കൂട്ടിയ ഈ അപരാധം മൊത്തം ഓർക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലാവും. റീച്ചിന് വേണ്ടി ഇമാതിരി അപരാധം കാണിക്കുക, പൈസയുടെ ബുദ്ധിമുട്ട് നാളെ വരുമ്പോൾ നീ ഈ വീഡിയോ തന്നെ ഒന്നുകൂടി എടുത്ത് കണ്ടാൽ മതി. അപ്പോൾ ആ കഴപ്പിന് ഒരു കുറവ് കിട്ടും കേട്ടോ. എന്തെല്ലാം അടുത്തത് ഇന്ന് താഴെ ഇത്
ഇല്ല ഇല്ല നിനക്ക് തന്തയില്ല. ഇല്ല 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 തന്തയില്ല. ഇത് എന്നതായത് അടപ്പള്ളി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലോ എല്ലാം ഉണ്ട് കേട്ടോ അവന്റെ മുഖത്ത്. പിരികത്തിലെന്താ സീബ്ര ക്രോസിങ്ങോ? സിഗ്നലൊക്കെ ഉണ്ടല്ലോ അതിന്റെ തെറ്റിയില്. കഴുത്തില് സൂര്യനൊക്കെ ഉദിച്ചിരിക്കണം. എറാ കുപ്പിയിൽ തിരിച്ച് ചെവിക്കലടിച്ച് പൊളിക്കണേ അവന്റെയൊക്കെ. നല്ലൊരു ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ട് വലിച്ചെടുക്കണം എല്ലാം. പാന്റ് ഉണങ്ങിയില്ല, അതുകൊണ്ടാണ് പാന്റ് ഇടാത്തത്. അളിഞ്ചോസ് പെരയ്ക്ക് പോലും കാണത്തില്ല ഇത്രയും തെരുക്കട്ടി. എന്തെല്ലാം അപരാധങ്ങളാണോ? I don't know, but they were some film industries directors. They are like me, too interested to act. ഓരോ ദിവസവും ഓരോന്നൊക്കെ ഇറങ്ങി വന്നോണ്ടിരിക്കുക. അടുത്തത് പച്ചവെള്ളം മേത്ത് വീഴുമ്പോ എന്തിനാ മലരെ ഇങ്ങനെ നടന്ന് അഭിനയിക്കുന്നത്? അങ്ങനെ പറയണം ഞങ്ങള്. തിളച്ചെണ്ണ എടുത്ത് ആസനത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അടുത്ത തവണ. 3, 2, 1 ഇതന്നെ മണ്ണ് മാന്തിയോ? ജീവിക്കാൻ വേണ്ടിയല്ല തിന്നുന്നെ, തിന്നാൻ വേണ്ടി ജീവിക്കുന്നു. തിന്നണിട്ട് അറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊതിയാവുന്നുണ്ട്. വാരി എറി, ഇവിടെ അടുത്ത് വാരി എറിയാണ്. ഇത്രയൊക്കെ കുത്തിക്കയറ്റുമ്പോ ശ്വാസം വിടത്തില്ലേ മറ്റവൾക്ക്? കുറച്ച് നടക്കത്തിരിക്കുന്നതിനും കൂടി ഉരുട്ടി കൊടുക്ക്. അടുത്തത് മെഴുകി തുടങ്ങിയിട്ടുണ്ട് ആമവാദ ഫുണ്ട. എന്നാടാ നിനക്ക് എന്നാ വയ്യേ? നன்றி கடவுளே நன்றி. ഇവർ രാജദാ സിനിമയിൽ മറ്റുന്ന ആൾക്കാരെ ഹീറോകളെ. സിനിമയില് മാത്രം റീൽസിലും ഇമാതിരി അപരാധങ്ങളുണ്ട്. 10 നിജ വായ് മൂടറ പുറമ്പ് റിയൽ ഹീറോ ഇൻസ്പിറേഷൻ. പിന്നെ മലയാളത്തിൽ പേசுற നല്ല ആറാട്ടെണ്ണ ഇറങ്ങി. ദൈവത്തിനോട് നന്ദി. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ മലനെ കൊണ്ട് ഭയങ്കര ശല്യം. ഇവനിങ്ങനെ മെഴുകി 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 എഴിച്ചു പോകാൻ മലരെ. ഇവന്റെ ഈ മെഴുക്കാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവൻ ഈ മെഴുകി 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 പട്ടീനെ പോലെ ഊക്ക് മേടിച്ചു കൂട്ടാനായിട്ടൊരു ജന്മം. നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം. കൈസാര് നല്ലത്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വാട കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വാട കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. അബി എന്നാണ് ആളുടെ പേര്. അബി എനിക്ക് അയച്ചു തന്നു സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് എന്താണേലും ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എഫക്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നോർമൽ വോയിസിൽ തന്നെയാണ് ആളത് ചെയ്തേക്കുന്നത്. അതിലൊരു പ്രത്യേക രസമുണ്ട് കേൾക്കാൻ. ഇതിൽ നന്നായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ഇതാണ് ലിങ്ക് അതിനൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ. എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ.